വഖഫ് നിയമ ഭേദഗതിയും മതസ്വാതന്ത്ര്യവും തമ്മിൽ ബന്ധമില്ലെന്ന് സംയുക്ത പാർലമെന്ററി കമ്മിറ്റി ചെയർമാൻ ജഗദാംബിക പാൽ. വഖഫ് ബോർഡ് മതസ്ഥാപനമല്ല, ഒവൈസി ന്യൂനപക്ഷങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. വഖഫ് നിയമ ഭേദഗതി ന്യൂനപക്ഷത്തിന്റെ അവകാശങ്ങൾ ഇല്ലാതാക്കുന്നതല്ല, മുസ്ലിങ്ങളെയും രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെയും തെറ്റിദ്ധരിപ്പിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണെന്നും ജഗദാംബിക പാൽ പറഞ്ഞു. ജിഷ്ണു കൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നു. ജിഷ്ണു, എന്തൊക്കെയാണ് വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ? ഈ പാർലമെന്റ് സമ്മേളന കാലയളവിൽ തന്നെ വഖഫ് നിയമ ഭേദഗതി ബില്ല് സർക്കാർ അവതരിപ്പിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതിനിടയിലാണ് ഇപ്പോൾ ഈ ബില്ല് പരിശോധിച്ചിട്ടുള്ള പാർലമെന്റിന്റെ സംയുക്ത സമിതിയുടെ ചെയർമാനായിട്ടുള്ള ജഗദാംബിക പാൽ MP ഈ ബില്ലുമായി ബന്ധപ്പെട്ട ചില പ്രസ്താവനകൾ നടത്തിയിട്ടുള്ളത്. അതും പ്രത്യേകിച്ച് ഒവൈസിയും കൂടാതെ മുസ്ലിം വ്യക്തി നിയമ ബോർഡും ഉൾപ്പെടെയുള്ള സംഘടനകളും ഈ വഖഫ് നിയമ ഭേദഗതി കൊണ്ടുവരുന്നതിനെതിരെ നിലവിൽ ഡൽഹിയിലും ഒപ്പം പ്രാദേശികമായി വിവിധ സംസ്ഥാനങ്ങളിലും വലിയ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. അതിനെ വിമർശിച്ചുകൊണ്ടാണ് ജഗദാംബിക പാൽ ഇത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. നിലവിൽ വഖഫ് നിയമ ഭേദഗതി ബില്ലിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ച വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് വളരെ കൃത്യമായി പറയാൻ സാധിക്കും, വഖഫ് നിയമ ഭേദഗതിയും മതസ്വാതന്ത്ര്യവും തമ്മിൽ യാതൊരു തരത്തിലും ബന്ധമില്ല എന്നുള്ളതാണ് ജഗദാംബിക പാൽ വ്യക്തമാക്കിയിട്ടുള്ളത്. അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് ഈ ബില്ലിന്റെ വിശദാംശങ്ങളെല്ലാം തന്നെ പരിശോധിച്ചിട്ടുണ്ട്. ഒപ്പം രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട പ്രശ്നം നിൽക്കുന്ന സ്ഥലങ്ങളിൽ വഖഫ് ബോർഡ് പ്രതിനിധികളുമായും പ്രശ്നം നേരിടുന്നവരുമായും മുസ്ലിം സംഘടനാ പ്രതിനിധികളുമായും എല്ലാം തന്നെ താൻ കൂടിക്കാഴ്ച നടത്തി. അതുകൊണ്ട് വളരെ വ്യക്തമായിട്ട് പറയുന്നു, വഖഫ് നിയമ ഭേദഗതിയും മതസ്വാതന്ത്ര്യവും തമ്മിൽ ബന്ധമില്ല എന്നുള്ളതാണ് ജഗദാംബിക പാൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. തുടർന്ന് അദ്ദേഹം വ്യക്തമാക്കിയത് ഈ വിഷയത്തിൽ ന്യൂനപക്ഷങ്ങളെ, മുസ്ലിം വിഭാഗത്തെയും ന്യൂനപക്ഷങ്ങളെയും തെറ്റിദ്ധരിപ്പിക്കാനുള്ള വലിയ ശ്രമം നടക്കുന്നുണ്ട്. ഒവൈസി ഉൾപ്പെടെയുള്ളവർ ഈ വിഷയത്തിൽ വലിയ രീതിയിൽ തെറ്റിദ്ധാരണ നടത്തുന്ന പ്രസ്താവനകൾ നടത്തുന്നു. മുസ്ലിമുകളെയും ന്യൂനപക്ഷങ്ങളെയും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അനാവശ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണ് ഇപ്പോൾ ശ്രമം നടക്കുന്നത് എന്നുള്ളതാണ് ഈ പ്രതിഷേധങ്ങളെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ജഗദാംബിക പാൽ പറഞ്ഞിട്ടുള്ളത്. അതിന് പ്രധാനപ്പെട്ട കാരണം ഈ വഖഫ് ബോർഡ് ഒരു മതസ്ഥാപനമല്ല, രാജ്യത്ത് നിയമപ്രകാരം നിലനിൽക്കുന്ന ഒരു സ്ഥാപനമാണ്. അതിനെ കൂടുതൽ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയ്ക്കുള്ളിലേക്ക് കൊണ്ടുവരുന്നതിനാണ് ഈ നിയമ ഭേദഗതി കൊണ്ടുവരുന്നത്. മതസ്ഥാപനമാണെങ്കിൽ ഇത്തരത്തിലുള്ള വാദങ്ങൾ അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കും. വഖഫ് ബോർഡ് എന്നുള്ളത് മതസ്ഥാപനത്തിനപ്പുറത്തേക്ക് നിയമവ്യവസ്ഥയിൽ ഉൾക്കൊണ്ട് നിൽക്കുന്ന ഒരു സ്ഥാപനമാണ്. അതിൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ സുതാര്യമാക്കുന്നതിനും രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥയ്ക്കുള്ളിലേക്ക് വഖഫ് ബോർഡിനെ കൊണ്ടുവരുന്നതിനുമാണ് നിയമ ഭേദഗതി എന്നുള്ളതാണ് ജഗദാംബിക പാൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. ഏതായാലും പാർലമെന്റിലേക്ക് വീണ്ടും വഖഫ് ബോർഡ് എത്തുമ്പോൾ രാജ്യവ്യാപകമായി അല്ലെങ്കിൽ രാജ്യത്തെ ദേശീയ തലത്തിലൊരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായി വഖഫ് നിയമ ഭേദഗതി ബില്ല് മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. ജഗദാംബിക പാൽ നേതൃത്വത്തിലുള്ള സംയുക്ത പാർലമെന്ററി കമ്മിറ്റി രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ വഖഫ് ബോർഡ് പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന പ്രദേശങ്ങൾ സന്ദർശിച്ചുകൊണ്ടാണ് ഇതിന്റെ അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കിയിരുന്നത്. ആ റിപ്പോർട്ട് തയ്യാറാക്കുന്ന വേളയിൽ തന്നെ വഖഫ് ബോർഡ് കടിഞ്ഞാണില്ലാത്ത കുതിരയെ പോലെ രാജ്യത്ത് ഭൂമി പിടിച്ചെടുക്കുകയാണ് എന്ന പ്രതികരണം ഈ സംയുക്ത പാർലമെന്ററി കമ്മിറ്റിയുടെ അംഗങ്ങൾ തന്നെ നടത്തിയിരുന്നു. കൂടാതെ വഖഫ് ബോർഡിന്റെ നിലവിലുള്ള നിയമങ്ങളും അതിന്റെ പ്രവർത്തനങ്ങളും പരിശോധിക്കുമ്പോൾ വഖഫ് ഏതെങ്കിലും ഒരു ഭൂമിയിൽ അവകാശവാദം ഉന്നയിച്ചു കഴിഞ്ഞാൽ അത് പിന്നീട് രാജ്യത്ത് നിലനിൽക്കുന്ന കോടതി വ്യവഹാരങ്ങൾക്കപ്പുറത്തേക്ക് വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട് തന്നെ ആ പ്രശ്നങ്ങൾ തീർക്കേണ്ടതുണ്ട്. അതല്ലെങ്കിൽ വഖഫ് ബോർഡിന്റെ ഒരു ഭൂമിക്ക് മേൽ അവകാശവാദം ഉന്നയിക്കുന്നതിന് പ്രത്യേകിച്ച് രേഖകളുടെ ആവശ്യം നിലവിലില്ല തുടങ്ങിയതാണ് ഈ വഖഫ് ബോർഡിന്റെ നിലവിലെ നിയമവ്യവസ്ഥകളുള്ളത്. അത് മാറ്റിക്കൊണ്ട് ഒരാൾക്ക് ഭൂമി വഖഫ് ചെയ്യണമെങ്കിൽ അത് കൃത്യമായി രേഖാപ്രകാരം ചെയ്യണമെന്നും ഒപ്പം വഖഫ് ബോർഡ് ഏതെങ്കിലും ഭൂമിയിൽ അവകാശവാദം ഉന്നയിക്കുമ്പോൾ അത് പരിശോധിക്കുന്നതിനും ഭൂമി പരിശോധിക്കുന്നതിനുമെല്ലാം സർക്കാർ ഉദ്യോഗസ്ഥരെ, കളക്ടർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരെ അതിന്റെ ഭാഗമാക്കുന്നതിനും പ്രവർത്തനങ്ങൾ കൂടുതൽ സുതാര്യമാക്കുന്നതിനുമാണ് ഇത്തരത്തിൽ വഖഫ് നിയമ ഭേദഗതി കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്നത്. അതിനെതിരെയുള്ള പ്രതിഷേധം ന്യൂനപക്ഷങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് അനാവശ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണ് എന്നുള്ളതാണ് ജഗദാംബിക പാൽ ചൂണ്ടിക്കാട്ടിയത്. നേരത്തെ നമുക്കറിയാം, പൗരത്വ നിയമ ഭേദഗതി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നപ്പോൾ അത് രാജ്യത്ത് മുസ്ലിമുകളുടെ പൗരത്വം നഷ്ടപ്പെടുത്തുമെന്ന തെറ്റിദ്ധാരണ പടത്തിയുള്ള വ്യാജ പ്രചാരണം നടത്തിക്കൊണ്ട് വിവിധ മേഖലകളിൽ പ്രശ്നം സൃഷ്ടിക്കാനും ഡൽഹിയിൽ ഉൾപ്പെടെ കലാപം നടത്താനും തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ശ്രമിച്ചിരുന്നു. അതിന് സമാനമായി വഖഫ് നിയമ ഭേദഗതിയിലും മുസ്ലിമുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ, ന്യൂനപക്ഷങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമം നടക്കുന്നു എന്നാണ് ജഗദാംബിക പാൽ ചൂണ്ടിക്കാട്ടിയത്. അനു. ശരി ജിഷ്ണു.